യുവജനങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ചിൽ വരാത്തത്? കഴിഞ്ഞ ദിവസത്തിൽ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഒരു മാതാവ് എഴുന്നേറ്റ് പറഞ്ഞ ഒരു കാര്യം അത് വളരെ ഹൃദയസ്പർശിയായിരുന്നു, വളരെ ചിന്തനീയമായിരുന്നു. വിദേശ രാജ്യത്തിൽ നിന്ന് നാട്ടിലെ സഭയിലേക്ക് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഞായറാഴ്ച സ്റ്റേജിൽ കയറി ഒരു ചെറിയ പ്രബോധനം നടത്തി. ആ പ്രബോധനം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മൂപ്പൻ എഴുന്നേറ്റ് പറഞ്ഞു, ചർച്ചിൽ ജീൻസ് ഇട്ടിട്ടാണോ പ്രബോധനം നടത്തേണ്ടുന്നത്? ആ ഒരൊറ്റ വാക്കോടുകൂടെ ആ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സ് ഇടിഞ്ഞു. പിന്നീട് അദ്ദേഹം ചർച്ചിലേക്ക് വന്നില്ല എന്നാണ് ആ മാതാവ് പറഞ്ഞത്. നമ്മൾ നമ്മുടെ ചർച്ചിലേക്ക് വരുന്ന യുവജനങ്ങളെ മുറിപ്പെടുത്തി നമ്മുടെ ചർച്ചിൽ നമ്മൾ അകറ്റിവിടാറുണ്ടോ? എന്തുകൊണ്ടാണ് യുവജനങ്ങൾ നമ്മുടെ ചർച്ചിൽ നിലനിൽക്കാത്തത്, മറ്റുള്ളതിലേക്ക് പോകുന്നത്? Excel Media presents Horizon 2024. Talk from young leaders. എക്സൽ മീഡിയ അവതരിപ്പിക്കുന്ന ഹൊറൈസൺ 2023 എല്ലാ പ്രേക്ഷകർക്കും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം. വളരെ മനോഹരമായ ആശയങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ എക്സൽ മീഡിയ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. യുവജനങ്ങളെ സംബന്ധിച്ച, നമ്മുടെ തലമുറകളെ സംബന്ധിച്ച വ്യത്യസ്തമായ ആശയങ്ങളും സംവാദങ്ങളും ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ദൈവദാസന്മാർ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിലെ മുൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു സംവാദത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു കൊച്ചു കൂട്ടുകാരി എഴുന്നേറ്റ് ചോദിച്ചു, നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് അങ്ങ് കാണുന്നത് എന്താണ്? അവിടെ ഇരുന്ന പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, നിങ്ങളാണ്, നമ്മുടെ തലമുറയാണ്, യുവജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്നാണ്. നമ്മുടെ യുവജനങ്ങളുടെ ശേഷി, അവരുടെ ആത്മീകവും ഭൗതികവുമായ കഴിവുകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ടോക്ക് ഷോയിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായ തലമുറയെക്കുറിച്ച്, യുവജനങ്ങളെക്കുറിച്ച് അടുത്തറിയാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ പ്രശസ്തമായി വിവിധ നിലകളിൽ ടോക്ക് ഷോയിലൂടെയും വ്യത്യസ്തമായ കൗൺസിലിംഗ് പ്രോഗ്രാമുകളിലൂടെയും എല്ലാം നമുക്ക് സുപരിതരായ ദൈവദാസന്മാർ നമ്മുടെ അരികിലേക്ക് കടന്നു വരികയും അവരുടെ ആശയങ്ങൾ നമ്മോട് പങ്കിടുകയും ചെയ്യുകയാണ്. നമുക്ക് ഈ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്നത് ഏത് തരത്തിലുള്ള യുവജനങ്ങളെയാണ്? നിരവധിയായ യുവജനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നുവെന്ന വാർത്ത ദുഃഖത്തോടെ നാം കാണുന്നു, കേൾക്കുന്നു. എന്നാൽ നിരവധിയായ യുവജനങ്ങൾ സമൂഹത്തിൻ്റെ ഗുണത്തിനു വേണ്ടി, പുരോഗമനത്തിനു വേണ്ടി അവരും പ്രവർത്തിക്കുന്നു. നമുക്ക് നമ്മുടെ യുവജനതയെ കൈപിടിച്ചുയർത്തുവാൻ, സത്യത്തിലേക്കും നന്മയിലേക്കും അവരെ പരിപോഷിപ്പിക്കുവാൻ ഈ ടോക്ക് ഷോ പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിന് ആരെയാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്? സർവശക്തനായ ദൈവത്തിന് ഏറ്റവും മുന്തിയ യാഗവുമായി വന്ന ഹാബേലിനെയാണോ? അതോ ആ യാഗമർപ്പിച്ച ഹാബേലിനെതിരെ തിരിഞ്ഞ, ശബ്ദമുയർത്തിയ, കൊലവിളി ഉയർത്തിയ കയീനെ പോലെയുള്ള യുവജനങ്ങളെയാണോ ആവശ്യം? സ്വപ്നം കണ്ട് ദൈവം നൽകിയ സ്വപ്നത്തിന് വേണ്ടി നിലനിന്ന യോസഫിനെയാണോ, അതുപോലെയുള്ള തലമുറയാണോ നമുക്ക് ആവശ്യം? അതോ സ്വപ്നം കാണുന്ന, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന യോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന തലമുറയോ? പരിമിതിയിൽ നിന്ന് ഉയർന്നു പോകാൻ, പറന്നുയരാൻ കൊതിച്ച യബ്ബേസിനെ പോലെയുള്ള തലമുറയാണോ നമുക്ക് ആവശ്യം? അതോ ഒതുങ്ങിക്കൂടുന്ന ഗിദയോനെ പോലെയുള്ളവരെയാണോ? വഴിതെറ്റിപ്പോകുന്ന യൂദയാണോ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതോ ദൈവം വിളിച്ച വിളിയിൽ ഉറച്ചു നിന്ന് വിശ്വാസത്തോടെ തൻ്റെ പോരാട്ടം കഴിച്ച ശൗൽ ആയിരുന്ന പൗലോസിനെ പോലെയുള്ള യുവജനങ്ങളെയാണോ നമുക്ക് ആവശ്യം? ഈ ടോക്ക് ഷോയിലൂടെ നമ്മുടെ യുവജനങ്ങളെ നമുക്ക് യഥാർത്ഥ പാതയിലേക്ക്, അവരുടെ ശേഷിയെ തിരിച്ചറിയുന്ന ഒരു നല്ല നിമിഷങ്ങളായി തീരും എന്ന് ആഗ്രഹിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ വളരെ ശ്രദ്ധയോടെ ഓരോ പ്രിയപ്പെട്ടവരുടെയും ആശയങ്ങൾ കേൾക്കാം. അത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം. നിങ്ങളുടെയും ആശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് ഈ ആശയത്തോട് കൂടെ മുന്നേറാം. ഹൊറൈസൺ 2023 എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം. Horizon 2024. Talk from young leaders. ഹൊറൈസൺ 2023 എന്ന ഈ മനോഹരമായ പരിപാടിയിൽ നമ്മളുമായിട്ട് ആശയം പങ്കുവയ്ക്കുവാൻ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖമായ ദൈവസഭകളുടെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവഭൃത്യന്മാരാണ്. ഈ ആശയങ്ങളെ ഒരുമിച്ച് ക്രോഡീകരിച്ച് അതിനുള്ള നമ്മുടെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അവലോകനം ചെയ്ത് കൺക്ലൂഡിംഗ് സ്പീച്ചും ഒക്കെ
നമ്മളോട് അറിയിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ക്രൈസ്തവ കൈരളിക്ക് സുപരിചിതനായ, ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡോക്ടർ സജി KP അവറുകളാണ്. അദ്ദേഹം പവർ വിഷൻ TV-യിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും യുവജന ക്യാമ്പുകളിലൂടെയുമൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ദൈവസഭകൾക്കും യുവജനങ്ങൾക്കും സുപരിചിതനാണ്. അദ്ദേഹം വിവിധങ്ങളായ ചുമതലകൾ നിർവഹിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാസ്റ്ററൽ കൗൺസിലിങ്ങിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഇന്ത്യ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പളാണ്. ഹെവൻലി ഹാർവസ്റ്റ് ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററാണ്. അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ PhD നേടുകയും കർത്താവ് ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ്. യുവജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും ശക്തമായി അഡ്രസ്സ് ചെയ്യുവാൻ, വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ ക്രിസ്തുവിൽ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും എൻ്റെ വലിയ ആത്മാർത്ഥ സ്നേഹിതനുമായ ഡോക്ടർ സജി KP. തുടർന്നുള്ള സമയങ്ങളിൽ അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു ആമുഖ ആശയം, ആ സന്ദേശം നമുക്ക് കേൾക്കാം. അതിനായിട്ട് വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ പ്രിയ സജി KP സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഒരു കൊച്ചു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ ലോകമെന്താണ്, സ്വഭാവം എന്താണ്, പെരുമാറ്റം എന്താണ്, ഒന്നും അറിയാതെയാണ് ഒരു കൊച്ചു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നത്. ഈ കുഞ്ഞ് പിന്നീട് എങ്ങനെ വളരണം, എന്തായിത്തീരണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത്, ഇതെല്ലാം ആ കുട്ടിയിലേക്ക് പാഠമായി, പഠനമായി നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. ദൗർഭാഗ്യവശാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം നമ്മുടെ കുട്ടികളിലേക്ക് ദൈവികതയും ധാർമ്മികതയും പകരുന്നതിൽ അതിൻ്റെ ഏറ്റവും ഉദാത്തമായ സ്ഥാനം വഹിക്കേണ്ടിയ മാതാപിതാക്കൾ തൊട്ട് സൺഡേ സ്കൂൾ അധ്യാപകർ തൊട്ട് യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്നവർ തൊട്ട് ദൈവദാസന്മാരാകട്ടെ, സഭാ നേതൃത്വത്തിലുള്ളവരാകട്ടെ, എല്ലാവരും അല്പം കൂടെ ഒരു ചുവട് മുന്നോട്ട് വെച്ചില്ല എങ്കിൽ ഭീകരമായ ഒരു അന്തരീക്ഷം, വിസ്ഫോടനകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ മുമ്പിൽ സംജാതമാകുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഗ്ലോബൽ യൂത്ത് കൾച്ചർ എന്ന ഒരു പ്രസ്ഥാനം കുറച്ച് നാളുകൾക്ക് മുമ്പ് 8,000-ഓളം യൗവനക്കാരെയും കൗമാരക്കാരെയും ചേർത്ത് നടത്തിയ ഒരു സർവേ ഞാൻ വായിക്കുകയുണ്ടായി. അത് വേർപെട്ട സമൂഹത്തിലുള്ളവരും ദൈവമക്കളായവരും എന്നാൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരുമായ കൗമാരക്കാരെയും ചെറുപ്പക്കാരെയുമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. ഞെട്ടിപ്പിക്കുന്ന ചില റിസൾട്ടുകൾ ഞാനവിടെ കണ്ടു. അതിലൊന്ന്, 73% കുട്ടികൾ പറഞ്ഞു, മനസ്സുകൊണ്ട് ഞങ്ങൾ സഭയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. 60% കുട്ടികൾ പറഞ്ഞു ഒരിക്കലെങ്കിലും അവർ സംഘർഷത്തിലൂടെ പോയ സന്ദർഭത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മറുഭാഗത്ത് സഭയിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ നന്നായി ഏർപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് ഇത്തരം പ്രവണതകൾ കുറവാണ് എന്ന് കണ്ടു. ഭവനത്തിനകത്ത് ഭവനാംഗങ്ങളുമായി ഒന്നിച്ചിരുന്ന് സ്ഥിരമായ ആത്മീയത ചർച്ച ചെയ്യപ്പെടുന്ന ഭവനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ കുറവാണ് എന്നും കാണുകയുണ്ടായി. വളരെ പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കുന്ന ബിഹേവിയർ സൈക്കോളജി എന്ന മനഃശാസ്ത്ര വിഭാഗത്തിൽ അറിയപ്പെടുന്ന ജോൺ B. വാട്സൺ എന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വളരെ ലോകപ്രശസ്തമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലേക്ക് നിങ്ങൾ 1/2 ഡസൻ കുട്ടികളെത്താം, സാമാന്യം ശാരീരിക മാനസിക ആരോഗ്യമുള്ള കുട്ടികൾ.
അവരാരാകണമെന്ന് നിങ്ങൾ പറഞ്ഞോ, ഞാൻ അങ്ങനെ അവരെ ആക്കാം. ഡോക്ടറാകണോ, ശാസ്ത്രജ്ഞനാകണോ, കൊലപാതകനാകണോ, മോഷ്ടാവാകണോ, ഭിക്ഷയാചിക്കുന്ന യാചകനാകണോ, ആരാകണമെന്ന് നിങ്ങൾ പറഞ്ഞോ, ഞാൻ അങ്ങനെ ആക്കിത്തരാം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിച്ചാൽ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല എന്ന് വചനം പറഞ്ഞതും ഈ സെൻറ്റൻസും തമ്മിൽ കണക്ട് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇന്ന് നാം ഇവിടെ കേൾക്കാൻ പോകുന്നത് വിവിധ സഭകളിലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നേതൃത്വം കൊടുക്കുന്ന, യുവജനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ വാക്കുകളിൽ നിന്ന് നമ്മുടെ കുട്ടികളും യൗവനക്കാരും ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് ഒരല്പം വ്യക്തത നമുക്ക് അവരിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാം. അതിനുശേഷം ഇതിൻ്റെ പരിഹാര മാർഗ നിർദ്ദേശങ്ങളിലേക്കും നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാമല്ലോ. താങ്ക് യു വെരി മച്ച്. Horizon 2024. Talk from young leaders. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ബിജുമോൻ ER ഇന്ന് ഈ ഒരു ടോക്ക് ഷോയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷം. അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ ശക്തമായി പ്രവർത്തിക്കുന്ന വളരെ കാഴ്ചപ്പാടുള്ള ഒരു അനുഗ്രഹീതനായ ദൈവദാസനാണ്. ഒരു ദൈവസഭയുടെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഓരോ സമയവും കാണുന്ന ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും അദ്ദേഹത്തിന് പറയുവാനുണ്ടാകും. അദ്ദേഹം തുടർന്ന് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വിഷയത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ പ്രിയ ബിജുമോൻ പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിൽ, അവർ പഠിക്കാൻ കടന്നുപോയതിൽ നമ്മുടെ പേരൻസിനുള്ളതായിരിക്കുന്ന, നമ്മുടെ മാതാപിതാക്കൾക്കുള്ളതായിരിക്കുന്ന ഇൻട്രസ്റ്റ്, അവർക്കുള്ളതായിരിക്കുന്ന ആ ഒരു പ്രാഗൽഭ്യം എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. നമ്മുടെ സഭകളിലെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വിടുന്നതിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ, കഴിഞ്ഞ നാളുകളേക്കാൾ ഏകദേശം 50 മുതൽ 70% പേരൻസിന് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. കൂടുതൽ പേരൻസും ആഗ്രഹിക്കുന്നതും അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും പ്രാധാന്യം കൊടുക്കുന്നതും അവരുടെ തലമുറകൾ ഒരു എൻജിനീയർ ആകുന്നതിലോ ഒരു ഡോക്ടർ ആകുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിലുള്ളതായിരിക്കുന്ന വിദ്യാസമ്പന്നരായിത്തീരുന്നതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് നൽകാറുള്ളത്. ഞായറാഴ്ച സൺഡേ സ്കൂൾ ടൈമിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മറ്റ് പഠനങ്ങൾക്ക് വേണ്ടി, മറ്റ് ആക്ടിവിറ്റികൾക്ക് വേണ്ടി വിടാനുള്ളതായിരിക്കുന്ന ത്വരയാണ് പല മാതാപിതാക്കൾക്കുമുള്ളത്. അവിടെ കുഞ്ഞുങ്ങൾ വളർന്നു കാണാനും ഉയർന്നു കാണാനും ആഗ്രഹിക്കുന്നു. അത് നല്ലത് തന്നെ. എങ്കിൽ തന്നെയും ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി പറഞ്ഞ, ഞാനൊരു സൺഡേ സ്കൂൾ മുഖാന്തരം രക്ഷിക്കപ്പെട്ടു വന്ന ഒരാളാണ്. ആദ്യം ഞാൻ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും കടന്നു വന്നു. എൻ്റെ അടുത്തുള്ളതായിരിക്കുന്ന, വീടിനടുത്തുള്ളതായിരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരാണ് എന്നെ സൺഡേ സ്കൂളിൽ കൊണ്ടുപോയത്. ഞാൻ സൺഡേ സ്കൂളിൽ പോയ നിമിത്തമാണ് എൻ്റെ ഒരു കുടുംബം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. ഞാൻ ഓർപ്പിക്കുന്നത്, ഇന്ന് നാം കാണുന്നതായിരിക്കുന്ന പല സഭകളിലും സൺഡേ സ്കൂളിൻ്റെ പ്രാധാന്യം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുന്നതിൽ, കടന്നു വരുന്നതിലും വളരെ ഇൻട്രസ്റ്റുകൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇത് വരും ഭാവിയിൽ നമ്മുടെ സഭയിലെ ഒരു പുതുതലമുറയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഭയിൽ ആരാധനയ്ക്ക് കൂടാനുള്ളതായിരിക്കുന്ന ഒരു തലമുറ ഇല്ലാതെ വരികയാണ്. പല ആരാധനാലയങ്ങളിലും വയസ്സ് എന്ന പ്രായമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കുന്ന ഒരു കൂട്ടായ്മയായി ഒരുപക്ഷെ ഭാവിയിൽ ഇത് ഉണ്ടാകാം. ആ ഒരു സ്ഥിതിവിശേഷം നമ്മൾക്കുണ്ടാകാതിരിക്കാൻ ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കുന്നതിൽ നമ്മൾ കാണിക്കുന്ന ഈ ശുഷ്കാന്തി വളരെ നല്ലതെന്ന് എനിക്ക് തോന്നുകയാണ്. മാത്രമല്ല, കൂടെ എനിക്ക് ചേർത്ത് പറയാനുള്ളത്, നമ്മുടെ ഈ സൺഡേ സ്കൂളിനെ കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം കുഞ്ഞുങ്ങളിൽ ബോധവാന്മാരാക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ബോധം നമ്മുടെ പേരൻസിനോടുണ്ടാകണം. പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും
എഴുന്നേൽപ്പിച്ചവരെ വിടുന്നതിലുള്ളതായിരിക്കുന്ന ഒരു ബോധവൽക്കരണം നമ്മുടെ പേരൻസിനുണ്ടാകണം. വളരെ എൻ്റെ ബാല്യകാലങ്ങളിലൊക്കെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് എന്താ പഠിച്ചെന്ന് അന്വേഷിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് പോകുന്നതിൻ്റെ തലേ രാത്രിയിൽ നാളത്തേനുള്ളതായിരിക്കുന്ന വാക്യം പഠിച്ചോ എന്ന് അന്വേഷിക്കുന്ന പ്രിയപ്പെട്ടവരെ പേരൻസ് നമുക്ക് കഴിഞ്ഞ നാളുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതിവിശേഷമൊക്കെ മാറി. പേരൻസിന് പോകാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾ പോട്ടെ, ഇല്ലാത്തവരെ സഭായത്തിൽ അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ്. നേരം വെളുത്ത് എഴുന്നേൽപ്പിച്ച് വിടുന്നവരിക്കുന്ന ശീലം അതൊക്കെ നമ്മുടെ സഭകളിൽ ഒത്തിരി മാറിയിരിക്കുന്നു, ഒരുപാട് കുറഞ്ഞു വന്നിരിക്കുന്നു. സൺഡേ സ്കൂള് പല സഭകളിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ചിലയിടങ്ങളിൽ 1-2 കുഞ്ഞുങ്ങൾ മാത്രമുള്ളതിനെ പഠിപ്പിക്കാൻ മെനക്കെടാൻ പോലും ആളില്ലാതെ വന്നിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മുടെ പെന്തക്കോസ് അല്ലെങ്കിൽ വേറൊട്ടായിരിക്കുന്ന സഭയുടേതായിരിക്കുന്ന ഭാവി, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന അവരുടെ ഭാവി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിമിത്തം പല തലമുറകളും ദൈവം വഴിയിട്ട് മാറുന്നു. ആരാധനയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല, കൂട്ടായ്മകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, യാതൊരു വിധമായിരിക്കുന്ന ആത്മീക കൂടിവരകൾക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ചിലർക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടത് എന്നവർ ചിന്തിക്കുകയാണ്. അവർ മാറ്റം നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, വല്ലാത്ത ഈ കാലഘട്ടത്തെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുന്നത്, നമ്മളൊന്ന് അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിനിടയിൽ ഒരു അവയർനെസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെതായിരിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് നൽകുന്നത് നന്നായിരിക്കും. അവർ ബോധവാന്മാരായിരിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാനും ആശ്വസിക്കും. Horizon 2024. Talk from young leaders. എറിക് ലിഡേൽ എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒളിമ്പിക്സ് മത്സരത്തിൽ ഓട്ട മത്സരത്തിന് വേണ്ടി വരികയാണ്. 100 മീറ്റർ മത്സരത്തിൽ താൻ പങ്കെടുക്കുവാൻ വരുമ്പോൾ ആ മത്സരം നടത്തപ്പെടുന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹം ആ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി. അദ്ദേഹം തൻ്റെ കോച്ചിനോട് പറഞ്ഞു, എനിക്കിന്ന് മത്സരത്തിൽ പങ്കെടുക്കുവാൻ കഴിയില്ല, കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എനിക്കെൻ്റെ ദൈവത്തെ ആരാധിക്കേണ്ടുന്ന സമയമാണ്. ഇന്ന് പല സമയങ്ങളിലും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരാധനയുടെയും സൺഡേ സ്കൂളിൻ്റെയും യുവജന മീറ്റിങ്ങുകളുടെയും VBSകളുടെയും ക്യാമ്പുകളുടെയും ഒക്കെ പ്രാധാന്യതയും എത്രമാത്രം ഉത്സാഹം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ബൈബിളിൽ ഒരു വാക്യം ഇപ്രകാരമാണ്, യഥാ മാതാ തഥാ പുത്രി. മാതാവ് എങ്ങനെയാണോ അതുപോലെയാണ് മകൾ, എങ്ങനെയാണോ പിതാവ് അതുപോലെയാണ് മകൻ. എത്രമാത്രമാണ് നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യതയെ കൊടുക്കുന്നത്, അത്രമാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാധാന്യതയിലേക്ക് അവരാവേശത്തോടെ ഇത് ഏറ്റെടുക്കുകയുള്ളൂ. പല സഭകളിലും പാസ്റ്റർമാർ പറയും, മാതാപിതാക്കൾക്ക് ആവശ്യമില്ല, പിന്നെയാണോ ഞങ്ങൾക്ക്. അധ്യാപകർ പറയാറുണ്ട്, അവർക്ക് പേരൻസിന് ആവശ്യമില്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്. മാതാപിതാക്കൾ പറയും, ഇത് സൺഡേ സ്കൂൾ അധ്യാപകരുടെയും പാസ്റ്ററുടെയും ഒക്കെ ചുമതലയാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർ നമ്മുടെ വചനം പഠിക്കാതെ അവർ മറ്റൊരു ലോകത്തിലേക്ക്, ഒരു ടെക്നോളജിയുടെ ഈ യുഗത്തിലേക്ക് അവർ പോവുകയാണ്, മൊബൈലിലേക്ക് അവർ കടന്നു പോവുകയാണ്. ഇവിടെയാണ് പ്രിയ ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ അത്രമാത്രം പ്രാധാന്യമുള്ളതായി മാറുന്നത്. നമ്മൾ യുവജനങ്ങളെ ഒന്ന് നോക്കുമ്പോൾ യുവജനങ്ങൾ ചർച്ചിൽ വരുന്നത് കുറവാണ്. യുവജനങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ചിൽ വരാത്തത്? കഴിഞ്ഞ ദിവസത്തിൽ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഒരു മാതാവ് എഴുന്നേറ്റ് പറഞ്ഞ ഒരു കാര്യം അത് വളരെ ഹൃദയസ്പർശിയായിരുന്നു, വളരെ ചിന്തനീയമായിരുന്നു. വിദേശ രാജ്യത്തിൽ നിന്ന് നാട്ടിലെ സഭയിലേക്ക് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഞായറാഴ്ച സ്റ്റേജിൽ കയറി ഒരു ചെറിയ പ്രബോധനം നടത്തി. ആ പ്രബോധനം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മൂപ്പൻ എഴുന്നേറ്റ് പറഞ്ഞു, ചർച്ചിൽ ജീൻസ് ഇട്ടിട്ടാണോ പ്രബോധനം നടത്തേണ്ടുന്നത്? ആ ഒരൊറ്റ വാക്കോടുകൂടെ ആ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സ് ഇടിഞ്ഞു. പിന്നീട് അദ്ദേഹം ചർച്ചിലേക്ക് വന്നില്ല എന്നാണ് ആ മാതാവ് പറഞ്ഞത്. നമ്മൾ നമ്മുടെ ചർച്ചിലേക്ക് വരുന്ന യുവജനങ്ങളെ മുറിപ്പെടുത്തി നമ്മുടെ ചർച്ചിൽ നമ്മൾ അകറ്റിവിടാറുണ്ടോ? എന്തുകൊണ്ടാണ് യുവജനങ്ങൾ നമ്മുടെ ചർച്ചിൽ നിലനിൽക്കാത്തത്, മറ്റുള്ളതിലേക്ക് പോകുന്നത്? ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് പാസ്റ്റർ ബ്ലസ്സൻ കുഴിക്കാല, അനുഗ്രഹീതനായ ദൈവദാസൻ. IPC കുമ്മനാട് ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. നെല്ലിമല IPC ചർച്ചിൻ്റെ പാസ്റ്ററാണ്.
മുൻപ് PYPയുടെ കുമ്മനാട് ഡിസ്ട്രിക്റ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് യുവജനങ്ങളുടെ ഇടയിൽ ശക്തമായ നേതൃത്വം കൊടുത്ത അനുഗ്രഹീതനായ ദേവദാസനാണ്. ഇപ്പോഴും യുവജനങ്ങളുടെ നടുവിൽ ശക്തമായി നിലകൊള്ളുന്ന അനുഗ്രഹീതനായ ദേവദാസൻ തുടർന്ന് നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ നമുക്ക് കേൾക്കാം. പാസ്റ്റർ ബ്ലസൻ കുഴിക്കാല. നമ്മുടെ രാജ്യവും നമ്മുടെ സഭയും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് കൊഴിഞ്ഞുപോക്ക് എന്നുള്ളത്. യുവജനങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് ഒരു ഇടക്കാലം കൊണ്ട് നമ്മുടെ രാജ്യവും നമ്മുടെ കൊച്ചു കേരളവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവം. ഉപരിപഠനാർത്ഥവും ജോലിയോടുള്ള ബന്ധത്തിലും നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് പോവുകയാണ്. വിദേശ രാജ്യങ്ങൾക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അവർ ചേക്കേറുകയാണ്. നമുക്കവരെ കുറ്റം പറയാൻ കഴിയുന്നില്ല. അവരുടെ ഭാവി സംബന്ധിച്ച് അവർ പോകേണ്ടതുണ്ട്. എന്നാൽ ആർക്കും അവരുടെ സ്വന്തം രാജ്യത്ത്, മാതൃരാജ്യത്ത് നിൽക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം. ഭൗതികത അവിടെ നിൽക്കട്ടെ, അപ്പോൾ തന്നെ ആത്മീയമായി നമ്മുടെ തലമുറകൾ നമ്മുടെ സഭകളിൽ നിന്ന് പോലും കൊഴിഞ്ഞു പോകുന്നൊരു സാഹചര്യം. അനേക സഭകളിലേക്ക് ഇപ്പോൾ നാം ചെന്ന് നോക്കിയാൽ യൗവനക്കാരുടെ പങ്ക്, യൗവനക്കാരുടെ പങ്കാളിത്തം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പണ്ട് കാലങ്ങളിൽ സഭകളുടെ എല്ലാ ആത്മീക ഭൗതിക പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് യുവജനങ്ങളായിരുന്നു. അവരായിരുന്നു ആ സഭയുടെ നെടുന്തൂണുകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ ഒരിടക്കാലം കൊണ്ട് യൗവനക്കാരുടെ പിന്തുണ കുറഞ്ഞ്, അവരുടെ സഹകരണങ്ങൾ നഷ്ടപ്പെട്ട് സഭകൾ നിർജീവാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ക്യാമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലോ നമ്മൾ ചെന്ന് നോക്കിയാൽ കഴിഞ്ഞ കാലത്തെക്കാട്ടിലൊക്കെ തുലവും ചുരുക്കമായി യുവജനങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതൊരു വെല്ലുവിളി തന്നെയാണ്. ദൈവസഭയുടെ, സഭകളുടെ വളർച്ചയ്ക്ക് അതൊരു വെല്ലുവിളിയാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ യൗവനക്കാർ എവിടേക്കാണ് പോകുന്നത്? ആത്മീയ കൂട്ടായ്മകളോട് അവർക്ക് താല്പര്യം നഷ്ടപ്പെടുന്നു. ആത്മീയമായ കാര്യങ്ങളിൽ അവരുടെ സഹകരണങ്ങൾ, പങ്കാളിത്തങ്ങൾ കുറയുന്നു. എത്ര ക്ഷണിച്ചാലും അവർക്ക് കടന്നു വന്ന് സംബന്ധിക്കുവാൻ താല്പര്യമില്ലാത്ത നിലയിൽ പുറകോട്ട് വലിയുന്ന ഒരു കൂട്ടമായി അവർ മാറി. പുറത്തു കിട്ടുന്നത് പോലെയുള്ളൊരു സന്തോഷമോ പുറത്തു കിട്ടുന്നത് പോലെയുള്ളൊരു ആനന്ദമോ അവർക്ക് സഭകളിൽ കിട്ടുന്നില്ല. പുറത്ത് അവരെ കരുതുന്ന പോലെ മറ്റാരും അവരുടെ സഭകളിൽ, അവരുടെ ആത്മീയ തലങ്ങളിൽ അവർക്കൊരു കരുതലായി നിലകൊള്ളാത്തൊരു സാഹചര്യം. അതൊരു വല്ലാത്ത വെല്ലുവിളിയായി നിൽക്കുമ്പോൾ നമ്മുടെ ആത്മീയത, കുട്ടികളിലുള്ള ആത്മീയത, യൗവനക്കാരിലുള്ള ആത്മീയത തുലവും കുറഞ്ഞു വന്ന് ദൈവത്തെ മറന്ന് സഭകളിൽ നിന്ന് മാറി മറ്റിതര ഇടപാടുകളിലേക്ക് പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം. ആ വെല്ലുവിളികൾ നാം മനസ്സിലാക്കിക്കൊണ്ട് വരും കാലങ്ങളിൽ നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവജനങ്ങളെ, നമ്മുടെ തലമുറകളെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമാണിത്. ആർക്കാണ് അവിടെ പങ്ക് ഉള്ളത്? ആരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്? മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ അവരുടെ തലമുറകളെ പിടിച്ചു നിർത്താൻ സാധിക്കും. ലോക്കൽ സഭയുടെ പാസ്റ്റേഴ്സിന് ഒരു പരിധിവരെ ആ സഭയിലെ യുവജനങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിക്കും. അവരിറങ്ങിപ്പോകുന്ന സമൂഹത്തിൽ അവരെങ്ങനെയായിരിക്കുന്നുവെന്ന് അന്വേഷിക്കുവാൻ തൽപരരായ ഒരു കൂട്ടം ആളുകൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ കൈവിടപ്പെട്ടു പോകാതെ അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ആത്മീയ വിഷയങ്ങളോടോ ദൈവികതയോടോ വചനത്തോടോ മുഖം ധരിക്കുന്നത്? ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ക്രൈസ്തവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളി, മാതൃകയില്ലാത്ത ജീവിതം. പിതാക്കന്മാരും മാതാക്കന്മാരും വീടുകളിൽ പഴയ കാലങ്ങളുള്ളതുപോലെ പ്രാർത്ഥനാ ജീവിതമോ അവരുടെ ആത്മീയതയ്ക്കൊക്കെ എവിടേക്കോ മൂല്യച്യുതി സംഭവിച്ചിട്ട് അതിനെ മാതൃകയാക്കാൻ കഴിയാതെ ഞങ്ങൾ ഈ ഭാഗത്തേക്കില്ല എന്ന് പറഞ്ഞ് മുഖം തിരിഞ്ഞു പോകുന്ന യൗവനക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. അപ്പോൾ മാതൃകയില്ലാത്ത, മറ്റുള്ളവരുടെ കുറ്റം പറയുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുക, ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമില്ലാതിരിക്കുക, പാട്ടും പ്രാർത്ഥനയും ഇല്ലാതിരിക്കുക, കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാതിരിക്കുക, ആദിയായ ഒത്തിരി വിഷയങ്ങൾ കുടുംബത്തിനകത്ത് നടക്കുന്നത് കൊണ്ട്, വീടുകളിൽ അവർക്ക് ദൈവത്തെ ഉയർത്തുവാൻ കഴിയാത്തത് കൊണ്ട്, മാതൃകയില്ലാത്ത അമ്മമാരുടെ, മാതാപിതാക്കന്മാരുടെ ഒരു ജീവിത ശൈലി കണ്ടിട്ട്
തലമുറകൾ പുറകോട്ട് പോകുന്നു. വർദ്ധിച്ചു വരുന്ന സഭാരാഷ്ട്രീയം കണ്ട് ഒരു കൂട്ടം ആളുകൾ പുറകോട്ട് പിന്മാറുന്ന ഒരു പ്രത്യേക സാഹചര്യം. അധികാര കസേരകൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ളിടത്തേക്ക് എങ്ങനെ വരുമെന്ന് ചോദിക്കുന്ന മറ്റൊരു സമൂഹം. അങ്ങനെ യൗവനക്കാരായവർ, യുവജനങ്ങളായി നമ്മുടെ ഇടയിലുള്ള ആളുകൾ, കുട്ടികൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നതിന് പകരമായി അവർ വേറൊരു ഭാഗത്തേക്ക് ഒഴിഞ്ഞു മാറുകയാണ്. ഒരാൾ ദൈവവഴി വിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ആളിനെ ചെന്ന് ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ ആളുകൾക്ക് എന്താണ് കഴിയാത്തത്? മറ്റു പല ആളുകൾ പറയും അവൻ്റെ സാഹചര്യം കൊണ്ടാണ്, അവളുടെ സാഹചര്യം കൊണ്ടാണ് അവരെങ്ങനെ ആയത്. ഒരിക്കലും അങ്ങനെ നമുക്ക് ആ ഒരു വാക്ക് പറഞ്ഞ് ആ ആളിനെ എന്നേക്കുമായി തള്ളിക്കളയാൻ കഴിയുകയില്ല. വിശുദ്ധ വേദപുസ്തകം അതിന് നമുക്ക് വ്യക്തമായ ഒരു തെളിവ് തരുന്നുണ്ട്. ഹന്ന ശമൂവേൽ ബാലനെ ഏലി പുരോഹിതന്റെ അടുത്ത് കൊണ്ട് നിർത്തുകയാണ്. അവിടെ നിർത്തി ശമൂവേൽ ബാലൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് വളരുകയാണ്. ഏലി പുരോഹിതന്റെ 2 മക്കളും മ്ലേച്ഛന്മാരായി ദൈവ വഴി വിട്ട് നടക്കുമ്പോഴും ശമൂവേൽ ബാലൻ ഏലി പുരോഹിതന്റെ കൂടെ ദൈവശബ്ദം കേട്ട് വളരുകയാണ്. അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് ഒരാൾ ഒരിക്കലും വഴിതെറ്റുന്നില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ, ഞാൻ ആരെ ഉൾക്കൊള്ളുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ, സമൂഹത്തിന്റെ എത്ര വലിയ വെല്ലുവിളികൾ എൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നവൻ എന്നെ നടത്തുമെന്നുള്ളൊരു ബോധ്യം ഒരുവനിലുണ്ടെങ്കിൽ ഒരിക്കലും അവൻ ദൈവവഴി വിട്ടു പോവുകയില്ല. നമ്മുടെ യൗവനക്കാരെ നമ്മൾക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിയുന്നവരായി നാം മാറണം. ദൈവദാസന്മാർ, ലോക്കൽ സഭകൾ യൗവനക്കാർക്ക് വേണ്ടത്ര പ്രാധാന്യങ്ങൾ വരും കാലങ്ങളിൽ കൊടുക്കണം. ആത്മീയ പ്രവർത്തനങ്ങൾക്കോ സുവിശേഷീകരണത്തിലോ സഭകൾ യൗവനക്കാർക്ക് വേണ്ടത്ര ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നൽകാതെ ഒരു കൂട്ടം ആളുകളിലേക്ക് മാത്രമായി സഭാപ്രവർത്തനങ്ങൾ ഒതുങ്ങുമ്പോൾ യൗവനക്കാർക്ക് വേണ്ടത്ര പരിഗണന ആത്മീയ വിഷയങ്ങളിൽ ലഭിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ അവരെ അംഗീകരിക്കുന്ന, അവരെ ഉൾക്കൊള്ളുന്ന മറ്റിതര ഇടങ്ങളിലേക്ക് നമ്മുടെ യൗവനക്കാർ വഴിമാറിപ്പോവുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ നാം അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, നാം അവരോട് കൂടെ നിന്നുകൊണ്ട്, നാം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവസഭയുടെ സുവിശേഷീകരണത്തിൽ അവർക്കൊരു വലിയ പങ്കുണ്ടെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദൈവസഭയുടെ എല്ലാ കാര്യങ്ങളിലും, ആത്മീയമായാലും ഭൗതികമായാലും, ഉത്തരവാദിത്തങ്ങൾ ഉൾപ്പെടെ അവരെ ഏൽപ്പിച്ച്, അവരും സഭയുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്, അവരില്ലാതെ നമ്മുടെ സഭയില്ല, വളർച്ചയില്ല എന്ന് അവരെ കൂടെ അറിയിച്ചുകൊണ്ട് സുവിശേഷീകരണത്തിൽ നമ്മുടെ യൗവനക്കാരെ ചേർത്ത് പിടിച്ചാൽ വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ യൗവനക്കാർ നമ്മെ വിട്ട് ഒരിക്കലും വഴിമാറി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ഉള്ള ഒരു വലിയ പങ്ക്, അവരും അവരുടെ തലമുറകൾ ആരാണെന്ന് അവരെക്കാൾ നന്നായി മറ്റാർക്കും അറിയത്തില്ല. അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, അവരെക്കുറിച്ച് പറയുവാൻ, അവരെ എൻകറേജ് ചെയ്യുവാൻ, അവരെ വചനം പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് ഒന്ന് കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. നാം കാണുന്ന സുവിശേഷ ഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സക്കറിയാവ് യോഹന്നാനെ നോക്കി 8ാമത്തെ ദിവസമായപ്പോൾ യോഹന്നാനെ നോക്കി പ്രവചിക്കുകയാണ്, നീ പ്രിയ പൈതലെ, നീ അത്യുന്നതന്റെ പ്രവാചകനാകും. നമ്മുടെ യൗവനക്കാരെ നോക്കി നമുക്ക് പ്രവചിക്കുവാൻ കഴിയണം, അവരെ എൻകറേജ് ചെയ്യുവാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യുവാൻ നമ്മുടെ കുടുംബത്തിലാണ് ഏറ്റവും വലിയ അവസരമുള്ളത്. അങ്ങനെയാണെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ യൗവനക്കാരെ നോക്കി പ്രവചിക്കുവാൻ, അവരെ നോക്കി എൻകറേജ് ചെയ്യുവാൻ, അവർ സഭയുടെ ഭാഗമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. താങ്ക് യു. Horizon 2024. Talk from young leaders. വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് പാസ്റ്റർ ബ്ലസൻ കുഴിക്കാല നമ്മളിലേക്ക് എത്തിച്ചത്. ഇന്നത്തെ നമ്മുടെ യുവജനങ്ങൾ കൊഴിഞ്ഞു പോകുന്നത്, ചർച്ചിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത്, നമ്മുടെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതിന് സഭയ്ക്ക് ചെയ്യുവാൻ കഴിയുന്ന ചില നിർദ്ദേശങ്ങളും അദ്ദേഹം ഓർപ്പിച്ചു. തുടർന്ന് പാസ്റ്റർ രാജേഷ് കെ രാജൻ അദ്ദേഹമാണ് നമ്മളോട് സംസാരിക്കുന്നത്. കല്ലുമല ചർച്ച് ഓഫ് ഗോഡിൻ്റെ യുവജന പ്രവർത്തനങ്ങൾക്ക്, PYM എന്ന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന, ശക്തമായ യുവജനങ്ങളെ ഇടയിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദേവദാസനാണ് അദ്ദേഹം. ഒരു ഗാനരചയിതാവാണ്. 25ലധികം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് തുടർന്ന് നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി പോകുന്നത്.